ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് പൊന്മുടിയിലോട്ട് പോവായോ? ടൈമൊക്കെ വന്നിട്ട് 9 മണിക്കാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഞാനും ബ്രദറും പാപ്പായും ഉമ്മായും കൂടിയാണ് കേട്ടോ പോകുന്നത്. വഴിക്ക് നമ്മൾ പെട്രോളും കൂടി അടിച്ചിട്ടായിരുന്നു പോയത്. എത്തുന്നതിന് മുമ്പ് തന്നെ നല്ല വ്യൂ ഉണ്ടായിരുന്നു. ഈ കട എല്ലാവർക്കും അറിയായിരിക്കും, നല്ല ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതും മേടിച്ച് കുടിച്ചായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. നല്ല പേക്കിങ്ങോടെ തന്നെയാണ് കേട്ടോ അവർ കൊടുക്കുന്നത്. 2 പേർക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ 4 പേര് കുടിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും നല്ലതുപോലെ തന്നെ നല്ല കൂടുതൽ തന്നെയാണ് കേട്ടോ അവർ വെച്ച് തന്നിട്ടുണ്ടായിരുന്നത്. മലയും ആകാശവും ഒന്നേപോലെ മുട്ടിക്കിടക്കുന്ന പോലെ ആയിരുന്നു കേട്ടോ പോകുന്ന വഴി മുഴുവനും വ്യൂ ഉണ്ടായിരുന്നത്. പിന്നെ കയറി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് ചെക്കിങ് ഉണ്ടാവും. ആ ചെക്കിങ് കഴിയുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മൾ ടിക്കറ്റ് എടുക്കണം അകത്തോട്ട് കയറാനായിട്ട്. അങ്ങനെ ആ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഹെയർ പിൻ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കവേ കുരങ്ങനെയും നമ്മൾ അങ്ങനെ കുറേ വ്യൂകളും കണ്ടങ്ങനെ കയറുമായിരുന്നു. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ചെക്കിങ് ഏരിയ ആണ് കേട്ടോ ഇത്. നമ്മൾ ടിക്കറ്റ് കാണിച്ചാൽ മാത്രമേ നമുക്ക് വണ്ടിയിലോട്ട് കയറാനായിട്ട് ഒക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ കയറി. ജസ്റ്റ് തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് നമ്മൾ ആ ഒരു വ്യൂ അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പൊന്മുടി എത്തിയിട്ടുണ്ട്. ഇതാണല്ലോ പൊന്മുടിയുടെ ഒരു ലോഗോ വന്നിട്ട്. അടുത്തത് കാണിക്കുന്നത് ഞാൻ വന്ന് വീഴാൻ പോയതായിരുന്നു കേട്ടോ. പിന്നെ ആളുകളെ പോലും കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു കേട്ടോ കോടാമഞ്ഞ്. ഇതിൻ്റെ ഇടയിൽ നമ്മളെ ഫോണും പണി തന്നിട്ടുണ്ടായിരുന്നു. ചാർജ് ഒട്ടും ഇല്ലായിരുന്നു. പിന്നെ അപ്പോഴേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെയൊക്കെ ആസ്വദിച്ചു. പിന്നെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഓക്കെ, ബൈ.